എന്തൊരു അപമാനകരമായ കാര്യമാണ്. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന ആ വിഷയത്തിന്റെ ഗൗരവം എത്രമേൽ വലുതാണ് എന്ന് ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം കൊണ്ടുവന്നതിന് ശേഷമുള്ള 2 വിഷയം. അതുപോലെ തന്നെ ലോ കോളേജ് SFIയുടെ അതിക്രമം, പ്രിൻസിപ്പലിനെയും 21 അധ്യാപകരെയും 16 അധ്യാപികമാരുൾപ്പെടെയുള്ള 21 അധ്യാപകരെയും 10 മണിക്കൂറോളം നേരം മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അവരെ ശ്വാസം മുട്ടിച്ച് ഇരുട്ടത്ത് ഒരു വനിതാ അധ്യാപികയുടെ കൈ വിരിച്ച് തിരിച്ചൊടിച്ച SFI ക്രിമിനലുകൾക്കെതിരായി എന്ത് കേസെടുത്ത്? ഈ നിയമസഭാ മന്ദിരത്തിലെ വാദികളായ MLA-മാർക്കെതിരായിട്ട് ജാമ്യമില്ലാത്ത കേസെടുത്ത ഈ സർക്കാർ ഒരു അധ്യാപികയുടെ കൈ തിരിച്ചു പിടിച്ചിട്ട് 10 മണിക്കൂർ അവരെ ബന്ദിയാക്കി. സർക്കാർ അധ്യാപികയല്ലേ, സർക്കാർ കോളേജിലെ അധ്യാപികയല്ലേ, എന്നിട്ട് നിസ്സാരമായ കേസ്. ഈ നഗരത്തിലെ ക്രിമിനലുകളായ SFIക്കാരാണ് ആ ലോ കോളേജിൽ ചെന്ന് 10 മണിക്കൂർ അവരെ പൂട്ടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ ശ്വാസം മുട്ടിക്കുകയും അവർക്ക് വെള്ളം പോലും കൊടുക്കാതിരിക്കുക, അത് പ്രതിരോധം തീർക്കുകയും ചെയ്തു. ഈ നാട്ടിൽ ഈ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ എന്ത് വൃത്തികേടും നടക്കും എന്നുള്ളത്. അവിടെയും ഒരു സ്ത്രീയായ ഒരു അധ്യാപികയാണ് അപമാനിക്കപ്പെട്ടത്. അപ്പോൾ ഈ വിഷയം ഞങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടതിന് ശേഷം 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന 3 സംഭവങ്ങൾ തന്നെ ഉണ്ടായി. ഇതൊന്നും നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. നിയമസഭയിലൊന്നും ചർച്ച ചെയ്യാൻ അങ്ങർക്ക് സൗകര്യമില്ല, അദ്ദേഹത്തിന് സൗകര്യമില്ല. മനസ്സിലായി? അദ്ദേഹത്തിന് സൗകര്യമുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാനല്ല ഞങ്ങൾ നിയമസഭയിൽ വരുന്നത്.